ഹലോ, വരൂ നമുക്ക് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആൽബം കാണാം. ജൂൺ 9, 2013 എൻഗേജ്മെന്റ് നടന്നത്. അത് കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ആദ്യം തന്നെ ഫാമിലി മെമ്പേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. ഇതിലും 3-4 പേര് കുറവുണ്ട് കേട്ടോ. ആൻഡ് ഇതാണ് നമ്മുടെ പ്രൊസീജിയർ റിംഗ് എക്സ്ചേഞ്ച്. അതാണ് മെയിൻ പിക്ചർ ആയിട്ട് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് മൂത്ത ചേച്ചിയുടെ ഫാമിലി, ഇത് രണ്ടാമത്തെ ചേച്ചിയുടെ ഫാമിലി. ഈ നരുന്നുപോലെ ഇരിക്കുന്ന ഈ പിള്ളേരൊക്കെ വളർന്ന് വലുതായി, എന്നേക്കാൾ വലുതായി കേട്ടോ. അപ്പം വർഷങ്ങൾ കുറെ കഴിഞ്ഞല്ലോ, അതിൻ്റെ വ്യത്യാസം ഫോട്ടോയിലും കാണാനുണ്ട്. ആൻഡ് ഇതാണ് ചേച്ചിമാര്, ദേശേട്ടൻ, മമ്മിയുടെ ഈ സാരി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഞാൻ സ്കൂളിലേക്ക് മിക്ക ദിവസങ്ങളും ഉടുക്കുന്ന സാരിയാണ്. ആൻഡ് ഈ ഫോട്ടോയിൽ കാണുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല കേട്ടോ. അതിൽ 2 പേരാണ് ഈ ദേശേട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ 2 പേര്, മാമനും ഒരു വല്യച്ഛനുമാണ്. അവർ മരിച്ചുപോയി. ആൻഡ് ഈ കുട്ടികളെ കണ്ടോ, ഇവരൊക്കെ വലുതായിട്ടോ. ഒരാൾ ഡോക്ടറായി, ഒരാളിപ്പോൾ പുറത്ത് കൺട്രിയിലാണ്. അങ്ങനെ പല പല വ്യത്യാസങ്ങൾ ഫാമിലിയിൽ വന്നിട്ടുണ്ട്. ദേശേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എല്ലാ സീനിലും എല്ലാ ലീഫിലും ദേശേട്ടനുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ആൽബം ഡിസൈൻ ചെയ്ത് തന്നെ ദേശേട്ടനാണെന്ന്. ബിക്കോസ് ഇതിലെല്ലാത്തിലും ദേശേട്ടൻ്റെ പ്രസൻസ് ഉണ്ട്. എൻഗേജ്മെൻറ്റ് ഞങ്ങൾ 2 പേരുടെ ആണെങ്കിൽ 2 പേരെയും ഫോട്ടോ വെക്കേണ്ടതല്ലേ. ഇത് വല്യച്ഛൻ വല്യമ്മയാണ്, ഇവരും ഇപ്പം ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ ചെറുക്കന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനും മുടി ജീവി കൊടുക്കാനും സ്പ്രേ അടിച്ചു കൊടുക്കാനും എന്തിനാണ് ഫ്രണ്ട്സ്? ഭയങ്കര ഷോ ഓഫ്. ഇതൊക്കെ ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഫോട്ടോയിൽ നിൽക്കാൻ മാത്രം ഒരേ ഫ്രണ്ട്സ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. ആൻഡ് ഇതാണ് ഋഷൻ്റെ ഫ്രണ്ട്സ്. കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ പേരൊന്നും ഈ സീനിലില്ല എന്ന് മാത്രം. പിന്നെയും ഋഷൻ്റെ ഫോട്ടോ. പിന്നെ ഡാഡിയുടെ കയ്യിൽ നിന്നും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചാണ് ഇറങ്ങുന്നത്. ഡാഡി കുറേ വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് കാറിൽ കയറുന്ന പിക്ചർ, കാറിൻ്റെ ഉള്ളിലിരുന്ന് ഡോർ അടയ്ക്കുന്ന പിക്ചർ, അങ്ങനെ പലതരം പിക്ചർ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളം. ഇപ്പോൾ വലിയ പട്ടാളമായിട്ടുണ്ട്. ആൻഡ് എല്ലാവരും ഇറങ്ങുന്ന വീഡിയോ എന്തായാലും ഉണ്ടാവും കേട്ടോ. അത് എല്ലാ കല്യാണ ഫോട്ടോയിലും ആൽബത്തിലും ഒക്കെ മസ്റ്റ് ഹാവ് ആണ്. എല്ലാ ടീം മെമ്പേഴ്സും കൂടെ ഇറങ്ങിയ ഒരു ഫോട്ടോ. ആൻഡ് ഇതാണ് ചെക്കൻ്റെ വീട്ടുകാർ. അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാർ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെക്കൻ്റെ വീട്ടുകാരെത്തി. പെണ്ണ് വരവേൽക്കാൻ നിൽക്കുന്നുണ്ടോ? ഉണ്ട്. സൈഡിൽ തന്നെ പെണ്ണ് വരവേറ്റിട്ടുണ്ട്. അങ്ങനെ ചിരിക്കുന്നു, സംസാരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു. നമുക്കാണെങ്കിൽ ഭയങ്കര വിറയും കാര്യങ്ങളും ആയിരിക്കും കേട്ടോ. ചിരിച്ചുകൊണ്ടേ നിൽക്കണം. മുഖം എക്സ്പ്രഷൻ മാറിയാൽ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ചിരിച്ചുകൊണ്ടേ ഇരിക്കണം. യേശുട്ടൻ കൈ കെട്ടി നിൽക്കുന്നു, ചിരിച്ചു നിൽക്കുന്നു, മുഖം നോക്കി നിൽക്കുന്നു. ഞാൻ യേശുട്ടനോട് എന്തോ സംസാരിക്കാൻ കേട്ടോ. എൻ്റെ കണ്ണുകൾ കണ്ടോ. അങ്ങനെ പൂക്കുലയും നിലവിളക്കും തേങ്ങയും ഒക്കെയായി കാര്യങ്ങൾ നടക്കുകയാണ്. ഇതാണ് എൻഗേജ്മെൻറ്റ് ചടങ്ങ്. ജാതകം കൈമാറലും എഴുത്തും ഡേറ്റും കുത്തൊക്കെയാണ്. എൻ്റെ സുന്ദരനായ അച്ഛൻ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആൻഡ് ഇവർ എന്തൊക്കെയോ ഡിസ്കഷനും കാര്യങ്ങളും, എന്നാണ് ഡേറ്റ് വേണ്ടത്, അങ്ങനെയൊക്കെ പറയുന്ന സംഭവമാണ്. ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പുറത്ത് നിൽക്കുന്നത് രേഷേട്ടൻ്റെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡാണ്, കസിൻ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. നടുക്ക് നിൽക്കുന്ന ആളാണ് എൻ്റെ വല്യച്ഛൻ. ആൻഡ് ഇതൊക്കെ നമ്മുടെ ആളുകൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ മെയിൻ പരിപാടിയായ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ചേച്ചി എനിക്ക് വള ഇട്ട് തരാണ്. അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ 3 പേരും കൂടെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ ഫുൾ ഫോട്ടോ. എല്ലാ റിലേറ്റീവ്സും വരുന്നു, ഫോട്ടോ എടുക്കുന്നു. ഈ ബബിളിൽ ഇവരെ കൊടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിവേ ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ് ഇതിൽ ട്രൈ ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടിയുള്ള ഫോട്ടോ. ഈ ഫോട്ടോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ആദ്യത്തെ ഫോട്ടോയിൽ 2 പേര് നടക്കുകയാണെങ്കിൽ പിന്നത്തെ ഫോട്ടോയിൽ 2 പേര് സൈഡിലായിരിക്കും. പിന്നത്തെ ഫോട്ടോയിൽ ഒരാൾ ഈ അറ്റത്തും ഒരാൾ മറ്റേ അറ്റത്തും ആയിരിക്കും. ഋഷേട്ടൻ്റെ സീരിയസ് ഭാവം കൊണ്ടോ, എന്താ ലുക്ക്. എൻ്റെ അമ്മയച്ഛനും എന്ത് യങ്ങായിട്ടുണ്ടല്ലോ ഈ ഫോട്ടോയിൽ. മമ്മിയും യങ്ങുമാണ്, നല്ല തടിയും ഉണ്ട് ആ സമയത്ത്. മമ്മി ഇപ്പം ഭയങ്കരമായിട്ട് വെലിഞ്ഞു. ആൻഡ് ഇതാണ് ഫാമിലി. പപ്പിയുടെ ഹെയർ സ്റ്റൈലൊക്കെ പണ്ട് കണ്ടോ, ഒരു സൈഡിലേക്ക് മാത്രം ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം മൊത്തം മാറി. ഞാനും അങ്ങനെയായിരുന്നു, ഒരു സൈഡിലേക്ക് ഇടുന്ന കൂട്ടത്തിലായിരുന്നു. എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ തന്നെ ചെയ്തതാണ്. മേക്കപ്പും സാരി ഉടുപ്പിയിലൊക്കെ പപ്പിയും ഒരു കസനും കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പുറത്ത് നാളെ വിളിക്കുന്ന ഒരു പരിപാടിയും ഇല്ല കേട്ടോ. കല്യാണത്തിന് പക്ഷെ പുറത്തുനിന്ന് നാളെ വിളിച്ചു. ഇത്രയും കൊളാക്കാൻ പാടില്ലല്ലോ കല്യാണത്തിന്. ആൻഡ് ഇത് ഞങ്ങൾ ഇതിൽ ഫുൾ രേഷട്ടൻ നിറഞ്ഞു നിൽക്കുന്ന, അതിൽ ഒരു ഭാഗത്ത് മാത്രം തന്നെ വെറുതെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻഗേജ്മെന്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് ഇത് രേഷന്റെ ഫ്രണ്ടും ഭാര്യയാണ്. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ കുറെ റിലേറ്റീവ്സ് ഉണ്ട്. പിന്നെ രേഷട്ടൻ ഒറ്റയ്ക്ക് ഭയങ്കര ഷോ ഓഫിൽ നിൽക്കുന്നു. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്നു. പിന്നെ ആരുടെയൊക്കെയോ കൂടെ നിൽക്കുന്നു. പിന്നെ ഒറ്റയ്ക്ക് നിന്ന ഫോട്ടോസ്. പിന്നെ അങ്ങോട്ട് ചിരിച്ച് ഇങ്ങോട്ട് ചിരിച്ച് ഫ്രണ്ട്സ് കളിയാക്കുന്ന ഫോട്ടോസ്. ഇതൊക്കെയാണ് ഒരു സാധാരണ എൻഗേജ്മെന്റ് ഫോട്ടോസിൽ കാണാൻ പറ്റുന്നത്. അതൊക്കെ തന്നെ നമ്മുടെ എൻഗേജ്മെന്റ് ഫോട്ടോസിലും കാണാൻ പറ്റും. പിന്നെ റിലേറ്റീവ്സ് നിരനിരയായി വരുന്നു, ഫോട്ടോ എടുക്കുന്നു. ചെറിയ ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ തിരക്കും ബഹളമായിരുന്നു അന്ന്. അങ്ങനെ നിരനിരയായി വന്നു, ഫോട്ടോ എടുക്കുന്നു. എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലായിരുന്നു. ഇപ്പം വയസ്സും പ്രായമൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഹെയർ സ്റ്റൈൽ ഞാൻ ഉപേക്ഷിച്ചു. ഇനി ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഫുൾ ഫാമിലി. ഇത് മമ്മിയുടെ ഫാമിലിയാണ്, അതായത് മമ്മിയുടെ ബ്രദറും ഫാമിലിയുമാണ്. അങ്ങനെ എല്ലാവരും ഉണ്ട്. മമ്മിയുടെ ബ്രദർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഒക്കെ എല്ലാവരും നന്നായി മിസ് ചെയ്യും. വീഡിയോയും ഫോട്ടോസും പഴയതൊക്കെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ കാലങ്ങൾ പോയത് അറിയുന്നത്. അതാണ് നമ്മുടെ ഒരു വിഷമം എന്ന് പറയുന്നത്. ഇവരൊക്കെ വലുതായി, ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞു. ഇതൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്നു ഗായ്സ്. ആൻഡ് എല്ലാവരും നിരനിരയായി നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇതിൽ ഫോട്ടോ എടുക്കാതെ എൻ്റെ വീട്ടുകാർ പലരും ഈ ഫോട്ടോയിലൊന്നും കാണാനില്ല എന്നുള്ളതാണ്. ഇവരെന്തുകൊണ്ട് വന്നില്ല എന്നറിയില്ല. അതേ വല്യമ്മ ഈ ഇടയ്ക്കാണ് മരിച്ചു പോയത്. അപ്പോൾ ഭയങ്കര നഷ്ടങ്ങളും ഈ ആൽബംസിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. രക്ഷേട്ടൻ കാല് വിരിച്ചങ്ങോട്ട് ഇരിക്കുന്നുണ്ട്, പിന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്.
ഇതൊക്കെ പ്രൊമോ വീഡിയോ ആയിരുന്നു കേട്ടോ. എൻഗേജ്മെന്റിന്റെ ഒരു വീഡിയോ നമ്മൾ ഇടില്ലേ, നമ്മുടെ ആലോചിച്ചിരുന്ന വീഡിയോ, അതുപോലൊരു വീഡിയോ ആണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ. എന്റെ ഹെയർ സ്റ്റൈൽ കണ്ടോ, മുത്തൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഗായ്സ്. പിന്നെ രേഷേട്ടൻ വീണ്ടും ഗൗരവപരമായിരിക്കുന്നു. ഈ സൈഡിലുള്ള എഴുത്തുകൾ കണ്ടാൽ നമ്മൾ ചെറിയ വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയിരിക്കണം. ഒന്നുമില്ല, എൻഗേജ്മെന്റ് 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 ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്റെ കണ്ണും ആ ചുണ്ടും ആ പല്ലും ആ മൂക്കും കണ്ടു ഗായ്സ്, അടിപൊളിയല്ലേ? ഇപ്പൊ ഈ ഫോട്ടോ എത്തുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു, അവശരായി. അതാണ് ഈ കാണുന്ന കാഴ്ച. പിന്നെ നിന്നിട്ടും ഇരുന്നിട്ടും മറിഞ്ഞിട്ടും അങ്ങോട്ട് തിരിഞ്ഞിട്ടും ബാക്കിലോട്ട് നോക്കിയിട്ടും ഒക്കെ ഉള്ള ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ എൻഗേജ്മെന്റ് ആൽബം കഴിഞ്ഞിരിക്കുകയാണ്. ബൈ ബൈ.